സുഹൃത്തുക്കളെ, ഒരൊറ്റ സെക്കൻഡിൽ ശത്രു രാജ്യം ഇരുട്ടിലാകും. ഇന്ത്യയുടെ പുതിയ തന്ത്രപ്രധാന ആയുധമാണ് ഗ്രാഫൈറ്റ് ബോംബ്. കെട്ടിടങ്ങൾ തകർക്കാതെ, ഒരു ജീവൻ പോലും അപഹരിക്കാതെ, എന്നാൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഒരു വൻ നഗരത്തെയോ ശത്രുവിൻ്റെ സൈനിക താവളത്തെയോ പൂർണ്ണമായും നിശ്ചലമാക്കാൻ പോകുന്ന ഒരു അത്യപൂർവ ആയുധം ഇന്ത്യ വിജയകരമായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. അതാണ് ഗ്രാഫൈറ്റ് ബോംബ്, അഥവാ പ്രതിരോധ ലോകം ഇതിനെ വിളിക്കുന്നത് ബ്ലാക്ക് ഔട്ട് ബോംബ് അല്ലെങ്കിൽ സോഫ്റ്റ് ബോംബ് എന്നാണ്. വെറും സെക്കൻഡുകൾക്കുള്ളിൽ 2.5 ഏക്കറോളം വരുന്ന പവർ ഗ്രിഡിനെ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ, അതായത് അന്ധകാരത്തിൽ ആഴ്ത്താനായിട്ട് ഈ ആയുധത്തിന് കഴിയും. ആധുനിക യുദ്ധമുറകളിൽ മിസൈലുകളെക്കാളും യുദ്ധവിമാനങ്ങളെക്കാളും പ്രാധാന്യം സിസ്റ്റംസ് ഡിസ്ട്രക്ഷൻ വാർഫെയർ എന്നറിയപ്പെടുന്ന ശത്രുവിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തളർത്തുന്ന തന്ത്രങ്ങൾക്കാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ ഈ പുതിയ നീക്കം ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കാൻ പോകുന്നത്. എന്താണ് ഈ ഗ്രാഫൈറ്റ് ബോംബ് സാങ്കേതിക വിദ്യ? ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതിൻ്റെ വികസനത്തിന് പിന്നിലെ ശാസ്ത്രീയ വശങ്ങളും ആഗോളതലത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന തന്ത്രപ്രധാനമായ മേൽക്കൈയും എല്ലാം നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. സുഹൃത്തുക്കളെ, നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പരമ്പരാഗത ബോംബ് അല്ല എന്നാണ്. ഇതിൽ വൻതോതിൽ RDXO മറ്റ് മാരക സ്ഫോടക വസ്തുക്കളോ ഒന്നും അടങ്ങിയിട്ടില്ല. നമ്മൾ സാധാരണ പെൻസിലിൽ ഉപയോഗിക്കുന്ന കറുത്ത കാർബൺ രൂപമായിട്ടുള്ള ഗ്രാഫൈറ്റ് ആണ് ഇതിലെ പ്രധാന ഘടകം. എന്നാൽ ഇത് സാധാരണ ഗ്രാഫൈറ്റ് അല്ല. അത്യാധുനിക ലാബുകളിൽ കെമിക്കൽ പ്രോസസ്സിങ്ങിലൂടെ മാറ്റിയെടുത്ത മനുഷ്യൻ്റെ തലമുടിയേക്കാൾ 10,000 മടങ്ങ് നേർത്ത ലക്ഷക്കണക്കിന് ഗ്രാഫൈറ്റ് ഫിലമെൻറ്റുകൾ അഥവാ കാർബൺ നൂലുകളാണ് ഈ ബോംബിനുള്ളിൽ സ്പൂളുകളായിട്ട് ചുരുട്ടി വച്ചിരിക്കുന്നത്. ഗ്രാഫൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് വൈദ്യുതിയെ വളരെ വേഗത്തിൽ കടത്തിവിടും എന്നുള്ളതാണ്. ഇതിൻ്റെ അറ്റോമിക് ഘടനയിൽ തന്നെ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന ഒരുപാട് ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഈ സവിശേഷതയാണ് പ്രതിരോധ ശാസ്ത്രജ്ഞർ ഇവിടെ ആയുധമാക്കി മാറ്റിയിരിക്കുന്നത്. ഈ ബോംബ് വായുവിൽ വെച്ച്, കൃത്യമായിട്ട് പറഞ്ഞാൽ ശത്രുവിൻ്റെ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറുകൾക്കോ പവർ ലൈനുകൾക്കോ തൊട്ട് മുകളിൽ വെച്ച് ഒരു ചെറിയ സ്ഫോടനത്തിലൂടെ പൊട്ടിത്തെറിക്കും. സ്ഫോടനം നടക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള നേർത്ത ഗ്രാഫൈറ്റ് നൂലുകൾ അന്തരീക്ഷത്തിലേക്ക് ഒരു വലിയ കറുത്ത മേഘം പോലെ പടർന്നു പിടിക്കും. വായുവിൽ ഒഴുകി നടക്കുന്ന ഈ നൂലുകൾ വന്ന് വീഴുന്നത് ആയിരക്കണക്കിന് കിലോ വോൾട്ട് വൈദ്യുതി ഒഴുകുന്ന ഓപ്പൺ പവർ ലൈനുകളിലും സബ്സ്റ്റേഷൻസിലുമായിരിക്കും. സാധാരണയായിട്ട് ഇത്തരം പവർ ഗ്രിഡുകൾ വായുവിനാൽ ഇൻസുലേറ്റ് ചെയ്യപ്പെട്ടവയാണ്, അതായത് വായുവിലൂടെ വൈദ്യുതി പരസ്പരം പടരില്ല. എന്നാൽ ഈ ഗ്രാഫൈറ്റ് നൂലുകൾ വരിവരിയായിട്ട് ഈ ലൈനുകളുടെ മുകളിൽ വീഴുമ്പോൾ അവ 2 ലൈനുകൾ തമ്മിലുള്ള ഒരു പാലം പോലെ പ്രവർത്തിക്കും. ഇത് വൻതോതിലുള്ള ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകും. വൈദ്യുതി പ്രവാഹം താളം തെറ്റുകയും വായുവിലെ അയണൈസേഷൻ വലിയ തോതിൽ തീപ്പൊരികൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് പവർ സ്റ്റേഷനിലെ സുരക്ഷാ സംവിധാനങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുകയും നിമിഷ നേരം കൊണ്ട് ആ ഗ്രിഡ് മുഴുവൻ ട്രിപ്പായി ഓഫ് ആകുകയും ചെയ്യും. ഫലമോ, ഒരൊറ്റ സെക്കൻഡിൽ ആ പ്രദേശം മുഴുവൻ കൂരിരുട്ടിലാവും. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഈ സാങ്കേതികവിദ്യ ആദ്യമായിട്ട് ലോകം കാണുന്നത് 1991 ഗൾഫ് യുദ്ധത്തിലാണ്. അന്ന് അമേരിക്കൻ നാവികസേന ഇറാഖിനെതിരെ തങ്ങളുടെ ടോമോഹോക്ക് മിസൈലുകളിൽ കാർബൺ ഫൈബർ വാർഹെഡുകൾ ഘടിപ്പിച്ച് പ്രയോഗിച്ചു. ഫലം എന്തായിരുന്നു എന്നറിയാമോ? വെറും മണിക്കൂറുകൾക്കുള്ളിൽ ഇറാഖിൻ്റെ 85% വൈദ്യുതി വിതരണ ശൃംഖലയും അമേരിക്ക തകർത്തു. പിന്നീട് 1999 കൊസോവോ യുദ്ധത്തിൽ നേറ്റോ സഖ്യം സെർബിയയ്ക്കെതിരെ BLU-114 എന്ന ഗ്രാഫൈറ്റ് ബോംബുകൾ വർഷിച്ചു. ഒരൊറ്റ രാത്രി കൊണ്ട് സെർബിയയുടെ 70% ദേശീയ പവർ ഗ്രിഡും നിശ്ചലമായി. കമ്പ്യൂട്ടറുകൾ ഓഫായി, റഡാറുകൾ അന്ധമായി. സൈന്യത്തിന് പരസ്പരം ആശയവിനിമയം പോലും നടത്താൻ കഴിയാതെ അവർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. ഈ ബോംബുകളുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു രാജ്യത്തിൻ്റെ സിവിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ സ്ഥിരമായിട്ട് നശിപ്പിക്കുന്നില്ല. യുദ്ധം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫൈറ്റ് നൂലുകൾ വലിയ എയർ പമ്പുകൾ ഉപയോഗിച്ച് ഊതി തെറിപ്പിച്ചോ അല്ലെങ്കിൽ പ്രത്യേകമായി ബ്രഷ് ചെയ്ത് മാറ്റിയോ പവർ ഗ്രിഡ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാം. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പുനർനിർമ്മാണ ചെലവ് ഇതിന് ആവശ്യമില്ല. ഗ്രാഫൈറ്റ് ബോംബ് സാങ്കേതികവിദ്യ ലോകത്ത് വളരെ ചുരുക്കം രാജ്യങ്ങളുടെ പക്കൽ മാത്രമുള്ള ഒരു രഹസ്യ ആയുധമാണ്. ഒന്നാമതായിട്ടുള്ളത് ഈ സാങ്കേതികവിദ്യയുടെ പിതാവായ അമേരിക്ക തന്നെ. അവരുടെ പക്കൽ CBU-94 എന്ന ക്ലസ്റ്റർ ബോംബ് സംവിധാനമുണ്ട്. ഇതിൽ 200-ലധികം ചെറിയ ഗ്രാഫൈറ്റ് സബ്മ്യൂണേഷൻ ബോംബുകൾ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് ചൈനയാണ് ഈ രംഗത്തുള്ളത്.
ചൈന തങ്ങളുടെ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഗ്രാഫൈറ്റ് ബോംബുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഏകദേശം 290 കിലോമീറ്റർ പരിധിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളിലാണ് ചൈന ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട് ദക്ഷിണ കൊറിയ. ഉത്തര കൊറിയയുടെ ആണവ ഭീഷണികളെയും സൈനിക നീക്കങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് തങ്ങളുടെ കിൽ ചെയിൻ പ്രതിരോധ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ദക്ഷിണ കൊറിയ തദ്ദേശീയമായിട്ട് ഗ്രാഫൈറ്റ് ബോംബുകൾ വികസിപ്പിക്കുകയും വിജയകരമായിട്ട് പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ വമ്പന്മാരുടെ അത്ഭുത ക്ലബിലേക്കാണ് ഇന്ത്യയും അഭിമാനത്തോടെ തങ്ങളുടെ പേര് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, അതായത് DRDO, തദ്ദേശീയമായിട്ട് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന വേഗത അത്ഭുതാവഹമാണ്. ഇന്ത്യയുടെ ഈ ഗ്രാഫൈറ്റ് ബോംബ് വികസനം വെറും ഒരു ബോംബ് നിർമ്മാണമല്ല, ഇത് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു വൻ ചുവടുവയ്പ്പാണ്. ഇന്ത്യയുടെ അത്യാധുനിക ഗ്ലൈഡ് ബോംബ് കിറ്റുകളായിട്ടുള്ള താര പോലെയുള്ള സ്മാർട്ട് ആയുധ സംവിധാനങ്ങളിലേക്ക് ഈ ഗ്രാഫൈറ്റ് വാർഹെഡുകളെ സമന്വയിപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും. സാധാരണ ബോംബുകളെ കൃത്യതയാർന്ന സ്മാർട്ട് ബോംബുകളാക്കി മാറ്റുന്ന സാങ്കേതികവിദ്യയാണ് താര. DRDOയുടെ റിസർച്ച് സെൻറ്റർ ഇമ്രാത്ത് പോലെയുള്ള പ്രമുഖ ലാബുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ ബ്ലാക്ക് ഔട്ട് ബോംബ് വെറും 2.5 ഏക്കർ മാത്രമല്ല, കൃത്യമായ ആസൂത്രണങ്ങളിലൂടെ ശത്രുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രിഡ് ജംഗ്ഷനുകളെ ലക്ഷ്യമിട്ടാൽ ഒരു വലിയ സംസ്ഥാനത്തിനെ തന്നെ ഇരുട്ടിലാക്കാൻ ശേഷിയുള്ളതാണ്. കാർബൺ ഫൈബറുകളുടെ ഗുണനിലവാരം കൂട്ടാനും അത് അന്തരീക്ഷത്തിൽ കൂടുതൽ സമയം തങ്ങി നിൽക്കാനുമുള്ള കെമിക്കൽ ഫോർമുലേഷൻ പൂർണ്ണമായിട്ടും ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ ബുദ്ധിയിൽ വിരിഞ്ഞതുമാണ്. ഇനി നമുക്കിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ആയുധം ഇത്രയധികം തന്ത്രപ്രധാനമാകുന്നത്? നമ്മളുടെ അയൽ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന ഭീഷണികളെ നേരിടാനായിട്ട് ഇതെങ്ങനെ ഇന്ത്യയെ സഹായിക്കും? ആധുനിക യുദ്ധങ്ങൾ വെറും അതിർത്തിയിലെ വെടിവെപ്പുകൾ മാത്രമല്ല, അത് സാങ്കേതികവിദ്യകളുടെയും ഇൻഫ്രാസ്ട്രക്ചറുകളുടെയും പോരാട്ടമാണ്. ചൈന ഇന്ത്യയുടെ അതിർത്തികളോട് ചേർന്ന് വലിയ രീതിയിൽ ഹൈടെക് കമാൻഡ് സെൻറ്ററുകളും റഡാർ സ്റ്റേഷനുകളും സൈബർ യുദ്ധത്തിനുള്ള ആസ്ഥാനങ്ങളും നിർമ്മിച്ചു കൂട്ടുകയാണ്. ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് വൻതോതിലുള്ള വൈദ്യുതി ഉപയോഗിച്ചുമാണ്. എന്നാൽ ഇന്ത്യ ഈ ഗ്രാഫൈറ്റ് ബോംബുകൾ ഉപയോഗിച്ചാൽ ചൈനയുടെ കമാൻഡ് സെൻറ്ററുകളിലേക്കുള്ള വൈദ്യുതി വിതരണം നിമിഷങ്ങൾക്കകം ഇല്ലാതാവും. വൈദ്യുതി പോകുന്നതോടുകൂടി അവരുടെ അത്യാധുനിക റഡാറുകൾ അന്ധമാകും, കമ്മ്യൂണിക്കേഷൻ ലൈനുകൾ തകരും, മിസൈൽ ലോഞ്ചറുകൾക്ക് ലക്ഷ്യം കാണാൻ കഴിയാതെ വരും. അങ്ങനെ ചോര ഒഴുക്കാതെ തന്നെ ശത്രുവിൻ്റെ പല്ലും നഖവും കൊഴിക്കാനായിട്ട് ഈ സോഫ്റ്റ് ബോംബിന് കഴിയും. ഇനി പാകിസ്ഥാൻ്റെ കാര്യമെടുത്താൽ അവരുടെ സാമ്പത്തിക തകർച്ചയും പവർ ഗ്രിഡുകളുടെ ദുർബലാവസ്ഥയും നമുക്കറിയാവുന്നതാണ്. അതിർത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ അവരുടെ പ്രധാന സൈനിക താവളങ്ങളുടെ ഗ്രിഡുകൾ തകർത്ത് അവരെ പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും. യുദ്ധം ചെയ്യാൻ പോയിട്ട് സ്വന്തം കൺട്രോൾ റൂമിലെ ലൈറ്റ് കത്തിക്കാൻ പോലും കഴിയാതെ ശത്രു സൈന്യം തളർന്നു പോകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ചുരുക്കത്തിൽ ഗ്രാഫൈറ്റ് വാർഹെഡ് വികസിപ്പിക്കുന്ന ഘട്ടം പൂർത്തിയാക്കി അത് അത്യാധുനിക മിസൈലുകളിലും ഗ്ലൈഡ് ബോംബുകളിലും ഘടിപ്പിച്ച് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാക്കുന്ന അവസാനഘട്ട പരീക്ഷണങ്ങളിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. ചൈനയും അമേരിക്കയും പോലെയുള്ള വൻ ശക്തികളുടെ ഒപ്പത്തിനൊപ്പം ഈ തന്ത്രപ്രധാന ആയുധരംഗത്ത് ഇന്ത്യ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, സ്വന്തം മണ്ണിൽ സ്വന്തം ശാസ്ത്രജ്ഞരുടെ കരുത്തിൽ വിരിഞ്ഞ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഭാരതത്തിൻ്റെ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കുകയാണ്. ശത്രുക്കൾ ഇന്ത്യക്കെതിരെ ഒരു നീക്കം നടത്തുന്നതിന് മുമ്പ് ഇനി 100 തവണ ചിന്തിക്കേണ്ടതായിട്ട് വരും. കാരണം ഇന്ത്യയുടെ പ്രതികാരം ഇനി വെടിയുണ്ടകളിലൂടെ മാത്രമല്ല, ശത്രുവിനെ അന്ധകാരത്തിൻ്റെ കയത്തിലേക്ക് തള്ളിയിടുന്ന ഇത്തരം അത്ഭുത സാങ്കേതിക വിദ്യകളിലൂടെയും കൂടിയായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ തന്ത്രപരവും പ്രതിരോധപരവുമായ വാർത്തകൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പങ്കുവയ്ക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.